നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മന്ത്രങ്ങൾക്ക് അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. മനനാൽ ത്രായതേ ഇതി മന്ത്രഃ എന്നാണ്. അത് ചൊല്ലുന്നവരെ സംരക്ഷിക്കുന്നതാണ് മന്ത്രം. മന്ത്രങ്ങളുടെ അക്ഷരങ്ങൾ പ്രത്യേക രീതിയിൽ ഘടിപ്പിച്ചാണ് മന്ത്രങ്ങൾ ആചാര്യന്മാർ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ഋഷിവര്യന്മാർ വളരെയേറെ ഗഹനമായി ചിന്തിച്ച് അവരുടെ തപശക്തി കൊണ്ട് നിർമ്മിച്ചവയാണ് ഈ മന്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ ദേവതയുടെയും മന്ത്രത്തിന് പ്രാധാന്യമുണ്ട്. പ്രത്യേകം ഫലദാന സിദ്ധിയുണ്ട്. മന്ത്രങ്ങൾ മനുഷ്യനെ വളരെയേറെ മാറ്റിമറിക്കും, വളരെയേറെ സഹായകരമാണ്. ഉറപ്പായിട്ടും വിശ്വസിച്ച് ജപിക്കുന്നവരെ രക്ഷിക്കുന്നതാണ് എല്ലാം. ഇന്ന് ഒരു മന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത്, അതിഗംഭീരമായിട്ടുള്ള ഒരു മന്ത്രം. വളരെയേറെ പ്രതിസന്ധിയിൽ നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിൽ ഈ മന്ത്രത്തെ നിങ്ങൾക്ക് ജപിക്കാം. ഉറപ്പായിട്ടും നിങ്ങളുടെ സംരക്ഷണത്തിന് ഈ മന്ത്രം തുണ ചെയ്യും. ശത്രുദോഷം, ദൃഷ്ടിദോഷം എന്നീ ദോഷങ്ങളിൽ നിന്ന് മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള ഭീതികളിൽ നിന്ന് രക്ഷ നേടാൻ പ്രയോജനകരമായിട്ടുള്ള മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ശൂലിനി മന്ത്രത്തെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദുർഗാ ഭഗവതിയുടെ ഒരു സങ്കല്പമാണ് ശൂലിനി ദേവി. ശൂലിനി ദുർഗ എന്നും ദേവിയെ പറയാറുണ്ട്. ദുർഗാ ഭഗവതിയുടെ അതി തേജസ്സുറ്റ ഒരു രൂപമായിട്ട് നമുക്ക് ഈ ശൂലിനി ദേവിയെ കണക്കാക്കാം. ഏത് ആപത്ഘട്ടത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ശൂലിനി ദേവിക്കാവും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലസിദ്ധി കിട്ടുന്നതാണ് ശൂലിനി മന്ത്രം. കൊടിയ ശത്രുദോഷവും ബാധാദോഷങ്ങളും ജീവിതത്തിലെ അല്ലാതെയുള്ള തകർച്ചയും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ശൂലിനി ദേവിയെ ആശ്രയിക്കാം. ഫലം ഉറപ്പാണ്. ശൂലിനി ദേവി അഥവാ ശൂലിനി ദുർഗാദേവിയെ സങ്കല്പിച്ചുകൊണ്ട് 336 തവണ വീതം ശൂലിനി മന്ത്രത്തെ 12 ദിവസം തുടർച്ചയായിട്ട് ജപിക്കുകയാണെങ്കിൽ ഫലസിദ്ധി ഉറപ്പാണ്. കൊടിയ ദോഷങ്ങളുള്ളപ്പോൾ, അതായത് തീവ്രമായിട്ടുള്ള ബാധാദുരിതങ്ങളും ജീവിതത്തിലെ തീവ്രമായിട്ടുള്ള ദോഷ സമയങ്ങളും ജാതകത്തിലെ അതിപ്രധാന ദോഷ സമയങ്ങളും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ 12 ദിവസം എന്നുള്ളത് ഫലപ്രദമായി എന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ 3008 തവണ വീതം 21 ദിവസം തുടർച്ചയായിട്ട് ജപിക്കണമെന്നാണ് വിധി. എന്നിരുന്നാലും പൊതുവെ 336 വെച്ച് 12 ദിവസം ജപിക്കുന്ന പക്ഷം ഫലം കണ്ടുവരാറുണ്ട്. 99% അത്തരത്തിൽ ഫലപ്രദമാണ്. ബാക്കി 1% ആളുകൾക്ക് ചിലപ്പോൾ ഫലം കണ്ടുവന്ന് വരില്ല. അങ്ങനെയുള്ളവർ അതികഠിനമായിട്ടുള്ള ഘോരമായിട്ടുള്ള ദോഷ സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 3008 തവണ വീതം 21 ദിവസം ശൂലിനി ദേവിയെ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ ചൊല്ലുക. ഉറപ്പായിട്ടും എല്ലാ പ്രതിസന്ധികളിലും ഭഗവതി രക്ഷ തരും. മന്ത്രം ജപിക്കുമ്പോൾ ഒട്ടും തെറ്റാതെ തന്നെ ജപിക്കേണ്ടതാണ്. മന്ത്രജപത്തിന് അവസാനം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി എന്ന മന്ത്രത്തെയോ കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം വിദിതം അവിദിതം വാ സർവമേതത് ക്ഷമസ്വ ജയ ജയ ഗണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ എന്ന മന്ത്രത്തെയോ ചൊല്ലി നിർത്തേണ്ടതാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ മന്ത്രജപത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. വലിയ ശക്തിയുള്ള മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ ഉപദേശപ്രകാരം ജപിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. സാത്വികരായിട്ടുള്ള മനുഷ്യർക്ക് സാത്വിക ഭാവത്തോടെ ഗുരുപദേശവും ഇല്ലാതെയും ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. അതേ വിശ്വാസത്തോടു കൂടി വേണമെന്ന് മാത്രം. നമുക്കിനി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുകൂടി ഒന്ന് പരിചയപ്പെടാം. ഓം ഹ്രീം ജ്വലജ്വല ശൂലിനി ദുഷ്ടഗ്രഹ ഹും ഭട്ട്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 336 തവണ 12 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ജപിക്കുക. നിങ്ങളുടെ ഏത് കാമനകളും പൂർത്തീകരിക്കുന്നതാണ്. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ശൂലിനി ദേവി നിങ്ങളെ കൈവെള്ളയിൽ താങ്ങിയെടുത്ത് സംരക്ഷിക്കും. മന്ത്രം ജപിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ കരചരണകൃതം വാ കായജം കർമ്മജം വാ എന്ന മന്ത്രമോ കായേന വാച മനസേന്ദ്രിയർ വാ എന്ന മന്ത്രമോ ചൊല്ലി ക്ഷമാപണം നടത്തി ഭഗവാനെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചുകൊണ്ട്
ഫലം തരണമെന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഫലപ്രദമായിരിക്കും ഈ മന്ത്രജപം. മന്ത്രം നിങ്ങൾ ഒന്ന് പ്രയോഗിച്ചു നോക്കുക. ശൂലിനി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.